ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിമ്പേളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ലെങ്ത്ത് കുറഞ്ഞതോ അല്ലെങ്കിൽ ഇലാസ്റ്റിക്കൊക്കെ ടൈറ്റ് ആയിട്ടുള്ളതായ പാൻസ് എങ്ങനെ സ്കേർട്ടാക്കി മാറ്റി റീയൂസ് ചെയ്യാമെന്ന വീഡിയോ ആയിട്ടാണ്. ഞാനിവിടെ മോളുടെ പാൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ പാൻറ്റ് നാട കിട്ടുന്ന ടൈപ്പാണ്. ചിലത് ഇലാസ്റ്റിക് ആയിരിക്കും. രണ്ടാണെങ്കിലും ആദ്യം നമുക്കത് അഴിച്ചു മാറ്റണം. ഞാനിവിടെ നാട അഴിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നാട കയറ്റാനുള്ള ഒരു ഗ്യാപ്പിൽ ഉള്ള സ്റ്റിച്ച് ഞാൻ അഴിച്ചു മാറ്റുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു ഭാഗത്തെ എല്ലാ സ്റ്റിച്ചും ഇതുപോലെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ബാക്കിയുള്ള സ്റ്റിച്ച് കൂടി അഴിച്ചെടുക്കണം. അതിനായിട്ട് പാൻറ്റിൻ്റെ ചീത്ത വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മറിച്ചിടുക. എന്നിട്ട് ബാക്കിയുള്ള സ്റ്റിച്ച് കൂടി നമുക്ക് അഴിച്ചെടുക്കാം. ഈ ഒരു സ്റ്റിച്ചും അതുപോലെ പാൻറ്റിൻ്റെ രണ്ട് കാലിലും വരുന്ന ഈ സ്റ്റിച്ചുകളും നമുക്ക് ആദ്യം അഴിച്ചു മാറ്റാം. ഇവിടെ എല്ലാ സ്റ്റിച്ചും ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ ഭാഗത്ത് വരുന്ന ക്രോച്ചിൻ്റെ അവിടെയുള്ള തുണി ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ നിവർത്തിയിടാം. ഇതുപോലെ പാൻസിൻ്റെ രണ്ട് സൈഡും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വിഡ്ത്ത് ബേസിൽ നിവർത്തിയിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല സൈഡ് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒരു സൈഡിൽ തുണി നിവർത്തിയിട്ട് കൊടുക്കാം. അടുത്തത് മറ്റേ സൈഡിലെ തുണിയുടെ നല്ല വശം ഈ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതായത് രണ്ട് സൈഡിലെ തുണികളുടെ നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിരിക്കണം. എന്നിട്ട് രണ്ട് സൈഡിലെയും തുണികൾ ഇതുപോലെ ഒരുപോലെ ചേർത്ത് വെക്കുക. ഇനി നമുക്ക് രണ്ട് സൈഡുകളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു കോർണറും അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതോടൊപ്പം തുണിയുടെ ഏറ്റവും താഴെ വശം ഇതുപോലെ 1/2 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും താഴെ വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാനായിട്ട് ആദ്യം ഇതുപോലെ 1/4 ഇഞ്ചൊന്ന് മടക്കാം. അതിനുശേഷം 1 ഇഞ്ച് കൂടി ഒന്ന് ഉള്ളിലേക്ക് മടക്കി മുകൾ വശം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏറ്റവും മുകളിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാനായിട്ട് ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് കടത്തി കൊടുക്കുന്നത്. നമുക്ക് സ്കേർട്ടിന് ആവശ്യമായ ഇലാസ്റ്റിക് എത്രയാണ് കട്ട് ചെയ്യേണ്ടത് നോക്കാം. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാൻ. എൻ്റെ മോളുടെ വേസ്റ്റ് റൗണ്ട് 28 ഇഞ്ചാണ്. അതിൽ നിന്നും 4 ഇഞ്ച് മൈനസ് ചെയ്ത് 24 ഇഞ്ചിലാണ് ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ 24 ഇഞ്ചിൽ നേരത്തെ തന്നെ ഇലാസ്റ്റിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇലാസ്റ്റിക് കയറ്റാനുള്ള ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മുടെ ഇലാസ്റ്റിക്കിൽ ഒരു സേഫ്റ്റി പിൻ ഒന്ന് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഈ ഗ്യാപ്പിൽ കൂടി ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക കേട്ടോ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇലാസ്റ്റിക് ഇതുപോലെ കയറ്റി കൊടുക്കുമ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ കയ്യിൽ ഇതുപോലെ ചുരുട്ടി പിടിക്കുക കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം. ഇവിടെ മൊത്തത്തിൽ ഇലാസ്റ്റിക് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് രണ്ട് സൈഡിലെയും ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മളുടെ ഇലാസ്റ്റിക് എല്ലാ സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അടുത്ത് ഇതുപോലെ സേഫ്റ്റി പിൻ അഴിച്ചു മാറ്റിയതിന് ശേഷം രണ്ട് സൈഡിലെയും ഇലാസ്റ്റിക്കുകൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ രണ്ട് ഇലാസ്റ്റിക്കുകളും ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വിട്ടിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ്, ഇലാസ്റ്റിക് കയറ്റാനായിട്ട് നമ്മൾ നേരത്തെ വിട്ടിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് തുണി എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അതിനുശേഷം രണ്ട് തുണികളും ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു രണ്ട് സൈഡും നമുക്ക് ഇതിന് മുകളിൽ കൂടെ ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തുണി മൊത്തം ഒരു സൈഡിലേക്ക് ചുരുണ്ട് വരുന്നത് നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്കേർട്ട് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമുക്ക് പാൻറ്റ് സ്കേർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ ലൈക്കും, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു.